നമസ്കാരം, ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇടയായിട്ട് എന്നെ കുറേ ബിസിനസ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ബിസിനസ് സ്ഥാപനത്തിലെ ഡിഫിക്കൽട്ടികൾ, പെർട്ടിക്കുലർലി ഫ്രം ദെയർ സൂപ്പർവൈസേഴ്സ്, സീനിയേഴ്സിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന നിന്ദകളും അതുപോലെ തന്നെ അരോഗൻ ബിഹേവിയറിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. സോ അങ്ങനത്തെ ക്ലയൻറ്റുകൾക്ക് അവർക്ക് തെറാപ്പി നൽകിയപ്പോഴാണ് എനിക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്, കുറേ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ക്ലയൻസ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല. പലർക്കും സഹായത്തിനായിട്ട് എവിടെ പോകേണ്ടതെന്നറിയില്ല. ആവശ്യം വേണ്ടുന്ന ഇമോഷണൽ സപ്പോർട്ടും കെയറിങ്ങും അവർക്ക് കിട്ടാത്തൊരവസ്ഥ. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നാർസിസിസ്റ്റിക് അബ്യൂസ്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് പലപ്പോഴും പല കമ്പനികളിലും സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിനേക്കാൾ മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വാട്ട് യു ഷുഡ് ഡു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവ കാണാനായിട്ട് നിങ്ങൾ ചാനലിലോട്ട് പോവുക, ആ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ ഇത്തരത്തിലുള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറുമ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ബോസുകൾ, സൂപ്പർവൈസറുകൾ, ടീം ലീഡേഴ്സ്, ഈവൻ സീനിയേഴ്സ്, ഇവരുടെ അടുത്ത് പെരുമാറുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാണ്ടിരിക്കേണ്ടത്, എന്തൊക്കെ പെരുമാറ്റങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവ ചെയ്യാതിരിക്കുന്നതിലൂടെ നിങ്ങളെ നാർസിസ്റ്റിക് പെരുമാറ്റമുള്ള ബോസുമാരുടെ അടുത്ത് നിങ്ങൾക്കൊരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ബോസുകളുടെ അടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, തെറ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ അവ ഒഴിവാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഞാനൊരു ഏകദേശം 9-10 വർഷം മുമ്പ് പല കമ്പനികളിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഞാനൊരു 2-3 വർഷത്തോളം കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആ ജോലികളിൽ നിന്നും റിസൈൻ ചെയ്തതിന് ശേഷം മനഃശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിനുശേഷം സൂപ്പർ സ്പെഷ്യലൈസേഷനായിട്ട് MPhil ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ പഠിച്ച് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയത്. സോ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കൾച്ചറിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു ഫെയർ ഷെയർ ഓഫ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. സോ അതിൽ ഞാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോസുമാരെ കണ്ടിട്ടുണ്ട്. ചില ബോസുമാർ വളരെ നല്ലവരാണ്. നമ്മളുടെ ജോലി സ്ഥലത്തെ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ അടുത്ത് നല്ല മാന്യമായിട്ട് പെരുമാറുന്നവർ, അവരെ ശ്രവിക്കുന്നവരുടെ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവരെ കേൾക്കുന്നവർ, അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അവരെ ഒപ്പം നിന്ന് അവരെ സഹായിക്കുന്നവർ. അതേസമയം ചില ബോസുമാർ അവരുടെ പേഴ്സണൽ വെണ്ടാട്ട അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ വിജയം അല്ലെങ്കിൽ ഏറ്റവും മുകളിലോട്ട് പോവുക എന്നുള്ള ഒരു ചിന്തയിൽ മാത്രമായിട്ട് ജോലിക്കാരുടെ ആവശ്യങ്ങളെയും മറ്റും നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഹംഭാവത്തോടു കൂടി അതൊക്കെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബോസുമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ബോസുമാർ പലരിലും കണ്ടിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റാണ് നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ചില ബോസുമാരിൽ ഡയഗ്നോസ് ചെയ്യാവുന്ന വിധത്തിൽ ഞാൻ ഇന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ അത്തരത്തിലുള്ള ബോസുമാരിൽ നിന്നും അവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ജോലി അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കേണ്ടത് അനിവാര്യമാണ്. നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഡോണ്ട് എക്സ്പെക്റ്റ് എ ഫെയർ പ്ലേ ഫ്രം യുവർ ബോസസ്. അതെ, നിങ്ങൾ അവരുടെ അടുത്ത് മാന്യമായിട്ട് ഡീസൻസി ആയിട്ട് അതിൻ്റെ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും പെരുമാറുന്നുണ്ടായിരിക്കാം. പക്ഷേ അതേ രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളെ തന്നെയായിരിക്കും ആ സമയത്ത് വേദനിപ്പിക്കുക. പലപ്പോഴും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ബോസുമാരിൽ കാണാൻ സാധിക്കും, അവർ നിയമങ്ങളൊക്കെ അവർ ആവശ്യത്തിനനുസരിച്ച് മാറ്റും. നിങ്ങളുണ്ടാക്കുന്ന നല്ല ഐഡിയകളൊക്കെ അവരേതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മോഷ്ടിക്കുന്നൊരവസ്ഥ. അതുപോലെ തന്നെ അവർ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ നിഷേധിച്ച് മാറ്റി പറയുന്നൊരവസ്ഥ. കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിഷേധിക്കുന്നൊരവസ്ഥ. നിങ്ങളെ കുറ്റക്കാരനാക്കാനും അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനായിട്ട് മറ്റുള്ള ആൾക്കാരായിട്ട് കൂടിച്ചേർന്നിട്ട് അവർ ചെയ്യുന്ന സ്മിയർ ക്യാമ്പയിൻസും മറ്റു കാര്യങ്ങളൊക്കെ. സോ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാനിടയുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങൾ ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട് എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. സോ നിങ്ങൾ അവരിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു ഫെയർ പ്ലേ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഡിസപ്പോയിൻറ്റഡ് ആയി. രണ്ടാമതായിട്ട്, ഡോണ്ട് എക്സ്പെക്റ്റ് ലോയൽറ്റി. അവരുടെ ഭാഗത്തു നിന്നുള്ള സത്യസന്ധതയും വിശ്വസതയും നിങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. അതെ, പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല.
പക്ഷേ അതേസമയം തന്നെ നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബോസ് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ലോയൽറ്റിയും അല്ലെങ്കിൽ ജെന്യൂനിറ്റിയൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ തിരിച്ചു തരാമെന്ന് പറയുന്നത് അവരുടെ നിഘണ്ടുവിലില്ല. നിങ്ങളുടെ ബോസ് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും, അതായത് ഞാനാണ് നിങ്ങളുടെ ലീഡർ, ചാമ്പ്യൻ, സോ യു ഷുഡ് ആക്ട് ഇൻ ദിസ് വേ, യു ഷുഡ് ആക്ട് ഇൻ ദിസ് വേ, യു ഷുഡ് ബി ഗുഡ് ടു അതേഴ്സ്, യു ഷുഡ് ഫോളോ എത്തിക്സ് ആൻഡ് ഫലാന ഡിംകാന. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ ദ തിങ്സ് കം ഓൺ ടു റിയാലിറ്റി, ആ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ ഇതൊന്നല്ല നാർസിസ്റ്റിക് ബോസ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റായിട്ട് അവരുടെ ആ കാര്യങ്ങൾ നടക്കാനായിട്ട് ഏത് തരത്തിലുള്ള ചൂഷണത്തിനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വളച്ചൊടിക്കലിനോ അവർ തയ്യാറാവും. സോ ഡോണ്ട് എക്സ്പെക്ട് ലോയൽറ്റി ഫ്രം യുവർ ബോസ്. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡോണ്ട് ക്രിട്ടിസൈസ്. അതെ, നിങ്ങളുടെ ബോസിനെയോ സീനിയറിനെയോ ഒന്നും വിമർശിക്കാൻ പാടില്ല. വിമർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം നമുക്ക് നോക്കാം. നിങ്ങളുടെ ബോസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെയും മറ്റു ജോലിക്കാരെയൊക്കെ വളരെ വിമർശിക്കുന്നതായിരിക്കും. പക്ഷേ അദ്ദേഹത്തിനെ തിരിച്ച് വിമർശിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് വളരെയധികം പൊള്ളും. എളുപ്പമല്ല അദ്ദേഹത്തിന് ആ വിമർശനം ഉൾക്കൊള്ളാൻ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. കാരണം എളുപ്പത്തിൽ ആ തൊട്ടാവാടിയാണ്, തൊടുമ്പോഴേക്കും വിഷമിക്കുകയും വേദനിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ബോസ് എന്ന് പറയുന്നത്. അത് ആധികാരികമായി, അത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവർ പറയുന്ന ഏതെങ്കിലും കാര്യത്തിനൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സജഷൻ വയ്ക്കുകയോ ക്രിയേറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്തൊക്കെ അവർ അതിനെ വളരെ എതിരായിട്ടായിരിക്കും എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് പണിഷ്മെൻറ്റ് അങ്ങ് വെച്ച് തരും. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം, ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നാർസിസ്റ്റിക് ബോസാണ്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരാളാണ് നിങ്ങൾ ഇടപഴകുന്നത്, നിങ്ങളുടെ ബോസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസവും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് ഡോണ്ട് ഷോ യുവർ വൾണറബിലിറ്റി. അതെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രഗിൾഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ തുറന്ന് പറയാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബോസിനെ സമീപിക്കാം. കാരണം നിങ്ങൾ അദ്ദേഹത്തിനെ പെർസീവ് ചെയ്യുന്നത് അദ്ദേഹം വലിയൊരു അതോറിറ്റി ഫിഗറാണ്. അദ്ദേഹം വലിയൊരു സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ട് പോകുന്ന മെച്യൂറായിട്ടുള്ള കുറേ ആൾക്കാരെ കണ്ടിട്ടുള്ള, ആ ആൾക്കാരെ മാനേജ് ചെയ്യാനും സഹായിക്കാനും അറിയുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ സമീപിക്കുമായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൾണറബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ കേട്ട് എടുത്ത് വെക്കും. പലരും, ചില ആൾക്കാർ കേൾക്കുകയില്ല, പക്ഷെ കേട്ടെടുത്ത് വെച്ചിട്ട് ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവ നിങ്ങൾക്ക് തിരിച്ചു ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ജീവിതം ജീവിക്കുന്നത്, അവരുടെ ജീവിതം എന്ന് പറയാൻ വെച്ചാൽ എപ്പോഴും ഒരു യുദ്ധഭൂമിയിലുള്ള അവസ്ഥയാണ്. എപ്പോഴും ത്രട്ടും അപകടങ്ങളും വരാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് സ്വയം വിമുഖതനാക്കാൻ വേണ്ടി കയ്യിലുള്ള ഇൻഫർമേഷനും മറ്റും വെച്ചിട്ട് അതിനെ പ്രതിരോധിക്കാനും അതിനെ നേരിടാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ വെച്ചിട്ട് അപകടത്തിൽപ്പെടാൻ പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ വൾണറബിലിറ്റീസ് കീപ് വിത്ത് യു. നെവർ ഷെയർ ഇറ്റ് വിത്ത് യുവർ ബോസ് ഓർ സുപ്പീരിയേഴ്സ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോണ്ട് ടേക്ക് തിങ് പേഴ്സണലി. അതെ, വ്യക്തിപരമായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അതിശയമായിട്ട് കാര്യങ്ങൾ എടുക്കല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോസ് നിങ്ങളുള്ള ചെറിയ കുറ്റങ്ങൾ, നിങ്ങൾക്ക് അവിടെ പറ്റിയ ചെറിയ മിസ്റ്റേക്ക്, അതൊക്കെയും വലിയ കാര്യമായിട്ട് അവിടെ അവതരിപ്പിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ താഴത്തോട്ട് അടിച്ചമർത്താനായിട്ട് ശ്രമിക്കും. സോ അത് കൂടാതെ തന്നെ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ബോസിൻ്റെ കുറവുകളും അല്ലെങ്കിൽ അവരുടെ താഴ്മകളൊക്കെ അവർ മറ്റൊരാളുടെ അടുത്ത് പ്രൊജക്റ്റ് ചെയ്യും. ഇതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള ഡിഫൻസ് മെക്കാനിസമാണ്. നമ്മളുള്ള കുറവുകളും നമ്മളുള്ള പ്രശ്നങ്ങളും നമ്മൾ മറ്റൊരാളിൽ ആരോപിക്കും. അത് അവരിലാണെന്നുള്ളത് നമ്മൾ പറയും. എന്നിട്ട് നമ്മളെ തന്നെ ലിബറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണിത്. അത് വളരെ കൂടുതൽ നാർസിസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാർ ഉപയോഗിക്കും. അവർക്കുള്ള കുറവുകൾ നിങ്ങളാണ് ചെയ്യുന്നത്, ഞാനാണ് ചീറ്റ് ചെയ്യുന്നതെങ്കിൽ നീയാണ് ചീറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഇതൊന്നും യാഥാർത്ഥ്യമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത് പേഴ്സണലി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ അവർ ചെയ്യുന്നതിനുള്ള മറ്റൊരു കാരണം എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നാർസിസ്റ്റുകൾ എളുപ്പത്തിൽ വേദനിക്കപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ പേഴ്സണലായിട്ട് എടുക്കും. അവർ പേഴ്സണലായിട്ട് എടുത്തിട്ട് നിങ്ങൾ അവർക്കെതിരായിട്ടുള്ള പേഴ്സണൽ വെണ്ടാട്ട നടപ്പിലാക്കുക എന്നുള്ള ചിന്താഗതി കൊണ്ട് അവയൊക്കെ നിങ്ങൾക്കെതിരെ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ അവതരിപ്പിക്കും. യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് ഒന്നും കാണുകയില്ല. അവർക്കെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവർ തന്നെയാണ്. അവരുടെ വെൽഫെയർ, അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ്, അവരുടെ പ്രൗഡി എല്ലാ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ എല്ലാ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം സംസാരിച്ച് അവസാനം അവരുടെ പ്രശ്നമാക്കി മാറ്റി അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ കൊണ്ടെത്തിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് കുറ്റങ്ങളും മറ്റും സംഭവിക്കുമ്പോൾ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. അടുത്തതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡോണ്ട് എക്സ്പെക്റ്റ് ക്രെഡിറ്റ്. അതെ, നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ, ഐഡിയാസിൻ്റെ, ഇന്നോവേഷൻ്റെ ഒന്നും ക്രെഡിറ്റ് നിങ്ങൾ ആഗ്രഹിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമായി മാറും. അതുകൊണ്ട് ക്രെഡിറ്റ് ആഗ്രഹിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസ്റ്റുകൾ എപ്പോഴും ചിന്തിക്കുന്ന പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവർക്കുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം ക്രെഡിറ്റ് മറ്റൊരാൾക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്കുള്ള നഷ്ടമായിട്ടാണ് ഇവർ കാണുക.
അതുകൊണ്ട് അത് അവരെ അപ്രീതിപ്പെടുത്തും, അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിജയം ക്രെഡിറ്റ് കിട്ടുന്ന അവസ്ഥയുണ്ട് നിങ്ങളുടെ കമ്പനിയിലെങ്കിൽ ആ ക്രെഡിറ്റ് നിങ്ങളുടെ ബോസായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ബോസ് കാരനാണ്, സാറ് കാരനാണ് എനിക്ക് കിട്ടിയത്, സാറിൻ്റെ വലിയ കാരുണ്യം, അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ബോസിന് തോന്നും എന്നെ ഇവൻ പാട്ടാക്കി ടീമിലാക്കി, അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ലോയൽറ്റി ഫീലിംഗ് ഉള്ളതുകൊണ്ട് ബോസിൻ്റെ നിന്നും അധികം ആക്രമണം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ എന്താ പ്രശ്നം വരിക? അവർ ഒഫൻഡഡ് ആകും. അവർ ഒഫൻഡഡ് ആയിക്കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് നിങ്ങൾക്ക് ഭാവിയിൽ പല രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ടതാണ് ഡോണ്ട് ജസ്റ്റിഫൈ, എക്സ്പ്ലെയിൻ, എക്സ്ക്യൂസ് യുവർ സെൽഫ്. അതെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അമിതമായിട്ട് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് ജസ്റ്റിഫൈ ചെയ്യുകയോ ഒന്നും ബോസിൻ്റെ അടുത്ത്, നിങ്ങളുടെ നാർസിസ്റ്റിക് ബോസിൻ്റെ അടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ബോസ് കണക്കാക്കുക. അതൊക്കെ നിങ്ങളുടെ എഗനിസ്റ്റായിട്ട് അദ്ദേഹം ഉപയോഗിക്കും. കാരണം നിങ്ങളുടെ കാരണങ്ങളോ നിങ്ങളുടെ കഷ്ടപ്പാടുകളോ ഒന്നും അദ്ദേഹത്തിന് കേൾക്കാനായിട്ടുള്ളൊരു മനോസാന്നിധ്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതിനൊന്നും അദ്ദേഹം വില വയ്ക്കാനായിട്ട് പോകുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിക്കാനേ സാധ്യതയുള്ളൂ. ഇനി അടുത്ത നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അധികമായിട്ട് സോപ്പ് ഇടരുത്. ഡോൺ ഫോൺ എന്ന് പറയാം ഇംഗ്ലീഷ് നമുക്കിങ്ങനെ. ഇതിലെന്താണ് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നിങ്ങളുടെ നാർസിസിസ്റ്റ് ബോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്നുള്ള പ്രൈസ്, നിങ്ങളുടെ എന്നുള്ള കൺഗ്രാജുലേഷൻ, നിങ്ങളുടെ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈങ് സന്തോഷമാക്കും. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കുറേ അങ്ങ് പ്രൈസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബോസിന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ നാർസിസിസ്റ്റിക് ബോസ് എന്ന് പറഞ്ഞാൽ വെരി ഹൈപ്പർ വിജിലൻറ്റ്. ചെറുതായിട്ടൊരു അനക്കം, ചെറുതായിട്ടൊരു കളിയാക്കലിൻ്റെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ ബോസിന് സാധിക്കും. കാരണം നാർസിസിസ്റ്റിക് ആൾക്കാർ വളരെ ഹൈപ്പർ വിജിലൻ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, ഇത്തരത്തിൽ അമിതമായിട്ട് അവരെ പുകഴ്ത്താനും മറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ അതവർ പിടിക്കും. അത് വളരെ അവരെ മോക്കിയെന്തോ അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നതായിട്ട് അവർ പെർസീവ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കായിരിക്കും ഉണ്ടായിരിക്കുക. സോ പ്രൈസ് കൊടുക്കുമ്പോഴും ജെന്യുവിൻ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വിട്ടിട്ടുള്ള കളി നിങ്ങൾ കളിക്കരുത്. അതെ, നോക്കൂ, നമ്മളെല്ലാവരുടെയും ജോലി ചെയ്യുന്ന പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്, നമ്മളൊരു സ്ഥലത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, നമുക്കും ഒരു വാല്യൂ ഉണ്ട് ഈ സമൂഹത്തിൽ, നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, അതിൻ്റെ ഭാഗമാകുമ്പോഴൊരു സന്തോഷം, സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട്. മറ്റാൾക്കാരായിട്ട് ചങ്ങാത്തവും അല്ലെങ്കിൽ നമുക്കും ഒരു വിലയേറിയ സംഭാവന ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോകാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഇത്ര സെൽഫ് എസ്റ്റീമിന് വലിയ കോട്ടം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്നും ബോസിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്ഥലമാണോ എനിക്ക് തുടരേണ്ടത്? ഈ രീതിയിലുള്ള ജീവിതമാണോ ഞാൻ നയിക്കേണ്ടത്? ഈ രീതിയിലാണോ എൻ്റെ ബോസും മറ്റും എന്നെ കാണേണ്ടത്? അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രശ്നകാരിയോ ഒരാളെയാണോ ഞാൻ സഹിച്ച് മുന്നോട്ട് പോകണ്ടേ? ഒന്ന് ഇരുത്തി ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണ് ഇത്തരത്തിലുള്ളൊരു അതിശയവും അക്ഷയവും കേട്ട് മുന്നോട്ട് പോകേണ്ടതല്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുകയാണെങ്കിൽ, നിങ്ങളെ അങ്ങനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ബോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. അതെ, നോക്കൂ, നമ്മൾ ജീവിതത്തിൽ ഇടപഴകുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരായിട്ട് ഇടപഴകും. നമ്മൾ തുടക്കത്തിൽ വിശ്വസിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നല്ല വിശ്വസിക്കാൻ യോഗ്യരാണെന്ന് കരുതുന്ന ആൾക്കാരുടെ അടുത്ത് ഇടപെട്ട് തുടങ്ങും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇല്ല, ഇദ്ദേഹത്തിനടുത്തും എനിക്ക് മനസ്സ് തുറന്നോ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാനോ സേഫായിട്ട് ഫീൽ ചെയ്യാനോ സാധിക്കില്ല. പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ നേരിടേണ്ടി വരാറുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ വന്ന് പെടാറുണ്ട്. ഇതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ വളർന്നു വന്ന ഫാമിലീസിൽ ഒരു പക്ഷേ നമ്മളുടെ പേരൻസ് ഇത്രത്തോളം നാർസിസ്റ്റിക് പെരുമാറ്റ രീതികളുള്ള ആൾക്കാരാണെങ്കിൽ അതേ പെരുമാറ്റ രീതികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മോഡൽ ചെയ്തേക്കുന്നത്, ഏറ്റവും കൂടുതൽ പഠിച്ചെടുത്തേക്കുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ, ആ പാറ്റേൺ തന്നെയായിരിക്കും നമ്മൾ തേടിപ്പിടിക്കാൻ സാധ്യത. അതൊരു പക്ഷേ നിങ്ങളുടെ ബോസിലായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ പാർട്ട്ണറിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിലായിരിക്കാം. സോ ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങൾ കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക, ദിസ് ഈസ് സെവിയർലി അൺഹെൽത്തി, ദിസ് ഈസ് ടേക്കിംഗ് എ ടോൾ ഓൺ മൈ മെൻ്റൽ ഹെൽത്ത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് തിരിച്ചറിയുമ്പോൾ വളരെ ലേറ്റായി പോകും. സോ അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലരും ലേറ്റായിട്ടാണ് മനസ്സിലാക്കുക. സോ ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ദാറ്റ് ടൈം. ആ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് പോയിന്റ് ഓഫ് ടൈമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ നാർസിസത്തിനെയും മറ്റും ബോണ്ടേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. സോ നാർസിസത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പാർട്ട്ണർ, ബോസ് മുതലായവരെന്നൊക്കെ മനസ്സിലാക്കുന്ന സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് ലിബറേറ്റിംഗ്, ബിക്കോസ് യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്. നിങ്ങൾ മനസ്സിലാക്കി. ഇനി ആ മനസ്സിലാക്കലിന് ആധാരമായിട്ട് നിങ്ങൾ തന്നെ കെയർ ചെയ്യാനായിട്ട്
നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ സാനിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാനസിക സഹായങ്ങൾ നിങ്ങൾ തേടാനായിട്ട് ശ്രമിക്കുക. മാനസികാരോഗ്യ വിദഗ്ധരായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് മുതലായവരൊക്കെ നിങ്ങൾക്ക് സമീപിക്കാം. അവരിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നേടാനായിട്ട് സാധിക്കും. എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. നിങ്ങൾക്ക് താഴെ എൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് അമർത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഈ നാർസിസത്തിനെയും നിങ്ങളുടെ വർക്ക് കൾച്ചറിലെയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് കൾച്ചറും മറ്റു കാര്യങ്ങളും അസോസിയേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നെങ്കിൽ അവയെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമാണ്, അവയെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് അബ്യൂസുകളെയും കുറിച്ചും നിങ്ങളുടെ ഒറ്റവരിലോട്ടും കൂട്ടുകാരിലോട്ടൊക്കെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അവർക്കൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അവരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഹിക്കുന്നുണ്ടെന്നേ, നിങ്ങൾ മാത്രമല്ല കുറേ ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് ബോസുകളും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റികളും നമ്മളെ ചുറ്റും വളരെയധികം ഉണ്ട്. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവർക്കൊരു വിമുക്തി നേടിക്കൊടുക്കാനായിട്ട്, എല്ലാവർക്കും നല്ല ഒരു ജീവിതം സംജാതമാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ അവർക്കും ഷെയർ ചെയ്യുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ അവബോധിപ്പിക്കുക. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.